കലൂർ സ്റ്റേഡിയത്തിലെ അപകടവുമായി ബന്ധപ്പെട്ട് കൊച്ചി കോർപ്പറേഷന്റെ വീഴ്ചയ്ക്ക് കൂടുതൽ തെളിവുകൾ. സാംസ്കാരിക പരിപാടിയായതിനാൽ PPR ലൈസൻസ് ആവശ്യമില്ലെന്ന് കോർപ്പറേഷൻ തീരുമാനിച്ചത് അപകടത്തിന് ശേഷമാണ്. 30-ന് വൈകിട്ട് തയ്യാറാക്കിയ ഫയലിലെ കുറിപ്പുകൾ പുറത്തുവന്നു. രേഷ്മയിലേക്ക് എത്താം. കലൂർ സ്റ്റേഡിയത്തിലെ അപകടവുമായി ബന്ധപ്പെട്ട് കൊച്ചി കോർപ്പറേഷന്റെ വീഴ്ചയ്ക്ക് കൂടുതൽ തെളിവുകൾ പുറത്തുവരികയാണ്. സാംസ്കാരിക പരിപാടിയായതിനാൽ PPR ലൈസൻസ് ആവശ്യമില്ലെന്ന് കോർപ്പറേഷൻ തീരുമാനിച്ചത് അപകടത്തിന് ശേഷമാണ്. ആദ്യം മുതൽക്കേ തന്നെ ഇത്രയും വലിയ ഒരു പരിപാടി കലൂർ സ്റ്റേഡിയത്തിൽ നടത്തുന്നത് എങ്ങനെ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. ഇതിന് കൃത്യമായ NOC അടക്കമുള്ള രേഖകൾ കോർപ്പറേഷൻ നൽകിയോ എന്നതും ചോദ്യമായിരുന്നു. പക്ഷേ ഇതിനൊന്നും തന്നെ കോർപ്പറേഷൻ ഇടപെട്ടിരുന്നില്ല എന്ന് തന്നെ ആദ്യം മുതൽക്കേ വ്യക്തമായതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അതിൻ്റെ കൂടുതൽ തെളിവുകൾ കൂടി കൊച്ചി കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുകയാണ്. കടുത്ത വീഴ്ച തന്നെയാണ് കൊച്ചി കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. സാംസ്കാരിക പരിപാടിയായതിനാൽ PPR ലൈസൻസ് ആവശ്യമില്ല എന്നുള്ള കോർപ്പറേഷൻ തീരുമാനമാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത്. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, വിവരങ്ങൾ. രേഷ്മ, കേൾക്കാൻ കഴിയുന്നുണ്ടോ? കലൂർ സ്റ്റേഡിയത്തിലെ അപകടവുമായി ബന്ധപ്പെട്ട കൊച്ചി കോർപ്പറേഷന്റെ വീഴ്ചയ്ക്ക് കൂടുതൽ തെളിവുകൾ പുറത്തു വന്നിരിക്കുകയാണ്. എന്താണ് വിശദാംശങ്ങൾ? രോഹിണി, അതായത് കൊച്ചി കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ ഉണ്ടായി എന്നുള്ള കണ്ടെത്തലാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. അതായത് കൊച്ചി കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് തദ്ദേശ സ്ഥാപനം എന്നുള്ള രീതിയിൽ PPR ലൈസൻസ് വിനോദ പരിപാടികൾക്ക് കൊടുക്കേണ്ടതുണ്ട്. ഈ PPR ലൈസൻസിന് മൃദംഗ വിഷൻ സംഘാടകർ അപ്ലൈ ചെയ്തത് അല്ലെങ്കിൽ അപേക്ഷ നൽകിയത് 28-നാണ്. 29-നാണ് ഈ പരിപാടി നടക്കുന്നത്. 29-ന് വൈകുന്നേരം 6:20 ഉമാ തോമസിന് അപകടം പറ്റുകയും ചെയ്തിട്ടുണ്ട്. 28-ന് ഉച്ചയ്ക്കാണ് സംഘാടകർ ഈ PPR ലൈസൻസിന് വേണ്ടിയിട്ട് തദ്ദേശ സ്ഥാപനമായിട്ടുള്ള കൊച്ചി കോർപ്പറേഷന് അപേക്ഷ സമർപ്പിക്കുന്നത്. ഈ അപേക്ഷയിന്മേല് ഒരു PPR ലൈസൻസ് വേണ്ട, അതായത് പണം ഈടാക്കുന്ന കാര്യത്തിൽ മാത്രമാണ് PPR ലൈസൻസ് കൊടുക്കുന്നത്. പക്ഷേ ഇത് പണം ഈടാക്കിക്കൊണ്ടുള്ളതല്ല എന്ന ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ അത് വേണ്ട എന്ന് പിന്നീട് കൊച്ചി കോർപ്പറേഷൻ തീരുമാനിക്കുകയായിരുന്നു. ഇത് സംബന്ധിച്ചുള്ള ഒരു ശുപാർശ ഹെൽത്ത് സൂപ്പർവൈസറും പിന്നീട് അത് ഹെൽത്ത് ഇൻസ്പെക്ടറും ഒക്കെ തന്നെ നോക്കുന്നത് പിറ്റേ ദിവസം, അപകടം നടന്ന് പിറ്റേ ദിവസം 30-ാം തീയതി വൈകുന്നേരത്തോടു കൂടിയാണ്. അതായത് ഈ PPR ലൈസൻസ് വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് അപകടം നടന്ന് പിറ്റേ ദിവസം 30-ാം തീയതിയാണ്. 28-ന് ഉച്ചയ്ക്ക് അപേക്ഷ ലഭിക്കുന്നു. 29-ന് വൈകുന്നേരം ഈ അപകടം നടന്ന അതേ സമയത്ത് തന്നെയാണ് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ബന്ധപ്പെട്ട ഹെൽത്ത് ഓഫീസർ ഉന്നത ഉദ്യോഗസ്ഥന് സമർപ്പിക്കുന്നത്. അതിനും ശേഷം പിറ്റേ ദിവസം വൈകുന്നേരത്തോടു കൂടിയാണ് PPR ലൈസൻസ് വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് കൊച്ചി കോർപ്പറേഷൻ കടക്കുന്നത്. ഇതിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ച തദ്ദേശ സ്ഥാപനം എന്നുള്ള രീതിയിൽ കൊച്ചി കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്നുള്ളതാണ് കണ്ടെത്തൽ. അതായത് PPR ലൈസൻസിന് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് അത് ഏത് വിധത്തിലുള്ള പരിപാടിയാണ് എന്ന് കൃത്യമായിട്ട് ആ സ്ഥലം സന്ദർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ വിശദമായിട്ടുള്ള ഫയലുകൾ അത് തേടിക്കൊണ്ട് വിലയിരുത്തേണ്ടതാണ്. അതിനുശേഷമായിരിക്കണം PPR ലൈസൻസ് സംബന്ധിച്ചുള്ള തീരുമാനത്തിലേക്ക് കടക്കേണ്ടത്. ഇവിടെ ഹെൽത്ത് വിഭാഗത്തിന് വീഴ്ച പറ്റി എന്നുള്ളതാണ് കണ്ടെത്തൽ. അതായത് അവർ ഈ PPR ലൈസൻസ് കൊടുക്കുന്നത് പണം ഈടാക്കുന്ന പരിപാടികൾക്ക് മാത്രമാണ്. ഇവിടെ പണം ഈടാക്കുന്നില്ല എന്നുള്ള ഒരു കണ്ടെത്തൽ, ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ അത് വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി. പക്ഷേ പരിപാടിക്ക് കോടിക്കണക്കിന് രൂപയാണ് ഈ പറയുന്ന ഈ നർത്തകരുടെ ഭാഗത്തു നിന്നും സംഘാടകർ പിരിച്ചെടുത്തിട്ടുള്ളത്. അത് പിന്നീടാണ് ഈ സംഭവമൊക്കെ നടന്ന് വിവാദമായതിനു ശേഷമാണ് ബന്ധപ്പെട്ട അധികൃതർ അറിയുന്നത്. അതിനുശേഷം പിന്നീട് കൊച്ചി കോർപ്പറേഷൻ ഈ പറയുന്ന ഉദ്യോഗസ്ഥരെയൊക്കെ തന്നെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് വൻ വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം ഒരു ലൈസൻസിന് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് പരിപാടി നടക്കുന്ന ഇടത്ത് വന്ന് പരിശോധിക്കാതെ അതിന്റെ പിന്നീടുള്ള പരിപാടിയിൽ ഏതെങ്കിലും തരത്തിൽ പണം ഈടാക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലേക്കൊന്നും കടക്കാതെ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നുള്ളതാണ് നിലവിലെ ചോദ്യം. എന്തായാലും ഈ കലൂരിലെ അപകടത്തിൽ കൊച്ചി കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നും ഈ പരിപാടി നടത്തിയതുമായി ബന്ധപ്പെട്ട് വൻ വീഴ്ച ഉണ്ടായി എന്നുള്ളതാണ് തെളിവുകൾ. എന്തായാലും ഉമാ തോമസ് സുഖം പ്രാപിച്ചു വരികയാണ്. 29-ന് അപകടം നടന്നതിന് ശേഷമാണ് ഇതിന് PPR ലൈസൻസ് ഈ പരിപാടിക്ക് വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് ബന്ധപ്പെട്ട കോർപ്പറേഷൻ കടന്നത്. അതിന് മുന്നേ തന്നെ ഈ അപേക്ഷ
സമർപ്പിച്ചതിന് ശേഷം ഈ 29-ാം തീയതി അപകടം നടക്കുന്നതിന് 10 മിനിറ്റ് മുന്നെയാണ് ഈ PPA ലൈസൻസ് സംബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ട് ഹെൽത്ത് വിഭാഗം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നൽകിയത്. ഇത്തരത്തിൽ വൻ വീഴ്ചകളാണ് ഫയൽ കുറിപ്പുകൾ എന്നുള്ള രീതിയിൽ പുറത്തു വരുന്നത്. രേഷ്മ, അതോടൊപ്പം ഒരു കാര്യം കൂടി നമുക്കറിയാം, ഏതൊക്കെ തലത്തിൽ വകുപ്പ് തല അന്വേഷണം നടത്തണം, ഈ പരിപാടിക്ക് മുൻപ് തന്നെ NOC അടക്കമുള്ള കാര്യങ്ങൾ നൽകണം, അവിടെ എല്ലാം വലിയ രീതിയിലുള്ള വീഴ്ചയും സുരക്ഷാ വീഴ്ചയും അലംഭാവവും ഒക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും കൊച്ചി കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നായാലും GCDയുടെ ഭാഗത്തു നിന്നായാലും ഒക്കെ തന്നെ വീഴ്ചകളുടെ ഒരു കൂമ്പാരം തന്നെയാണ്. ഇത്ര വലിയ ഒരു അപകടം നടന്നു കഴിഞ്ഞ് ഉമാ തോമസിനെ അവിടെ നിന്നും കൊണ്ടുപോകാൻ ഒരു സ്ട്രെച്ചർ പോലും ഇല്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുക, ഇത് ഒരു MLAയുടെ സാഹചര്യം മാത്രമല്ല, 12,000-ഓളം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നതാണ്. ഏതെങ്കിലും രീതിയിൽ ഒരു അപകടം സംഭവിച്ചാൽ ഏതു നിലയ്ക്കുള്ള മുൻകരുതൽ പോലും എടുക്കണമെന്ന് ഒരു നിശ്ചയവുമില്ലാത്ത രീതിയിലേക്ക് ആ സ്റ്റേഡിയത്തിനെ മാറ്റുന്ന ഒരു സാഹചര്യം, ഇതിനെല്ലാം ബന്ധപ്പെട്ട വകുപ്പുകൾ തന്നെയല്ലേ ഉത്തരവാദികൾ? രോഹിണി, സാധാരണ രീതിയിൽ ഒരു വിനോദ പരിപാടി സംഘടിപ്പിക്കുന്ന സമയത്ത് അതിന് അനുമതി കൊടുക്കാൻ വേണ്ടിയിട്ട് ബന്ധപ്പെട്ട വകുപ്പുകൾ നൽകേണ്ടതുണ്ട്. അനുമതിക്കായിട്ട് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് ഏതാണോ സ്ഥലം ആ സ്ഥലത്തെത്തി അതിന്റെ ക്രമീകരണങ്ങളൊക്കെ തന്നെ വിലയിരുത്തണം. അതിനുശേഷം മാത്രമായിരിക്കണം നിരാക്ഷേപ പത്രം ഈ പറയുന്ന സംഘാടകർക്ക് നൽകാൻ പാടുള്ളൂ. ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗം, അതോടൊപ്പം തന്നെ പൊതുമരാമത്ത് വിഭാഗം, ഇവരൊക്കെ തന്നെയാണ്, ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനം, ഇവരൊക്കെ തന്നെയാണ് അനുമതി നൽകേണ്ടത്. ഈ ഒരു കാര്യത്തിൽ മാത്രം, അതായത് മൃദംഗ വിഷൻ സംഘടിപ്പിച്ച ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ടുള്ള നൃത്ത പരിപാടിയിൽ അവർ അപേക്ഷ സമർപ്പിച്ചത് കൂടി ഈ തദ്ദേശ സ്ഥാപനമായിട്ടുള്ള കൊച്ചി കോർപ്പറേഷന് മുന്നിൽ അപേക്ഷ സമർപ്പിച്ചത് തലേനാൾ ഉച്ചയ്ക്ക് മാത്രമാണ്. അതുകൂടാതെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് നിരാക്ഷേപ പത്രം ഇല്ലാതെയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. കാരണം അന്ന് ഈ അപകടം നടന്നതിന് ശേഷം നമ്മളടക്കമുള്ളവർ ബന്ധപ്പെട്ട ഈ ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിന്റെ അധികൃതരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ പറയുന്ന നിരാക്ഷേപ പത്രം അവർ നൽകിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും നിരാക്ഷേപ പത്രം ഇല്ലാതെയാണ് പരിപാടി നടത്തിയത്. പൊതുമരാമത്ത് വകുപ്പിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം ഈ പരിശോധന നടത്തിയില്ല. അതായത് മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുന്ന പരിപാടി, അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ക്രമീകരണങ്ങളാണോ, സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കേണ്ടത് പൊതുമരാമത്ത് വിഭാഗം കൂടിയാണ്. അവരുടെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായി. എന്തായാലും മൊത്തത്തിൽ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വൻ വീഴ്ച തന്നെയാണ് ഈ അപകടത്തിലേക്ക് എത്തിച്ചത്. ഒരുപക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് മാത്രം മറ്റുള്ളവരിലേക്ക് അപകടം എത്തിയില്ല. എന്തായാലും ഉമാ തോമസ് സുഖം പ്രാപിച്ചു വരികയാണ്. ഈ ഒരു അപകടത്തിന് ശേഷമാണ് ഇത്രയേറെ വീഴ്ചകൾ ഈ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ള ഒരു തീരുമാനം, അല്ലെങ്കിൽ അത്തരമൊരു കാര്യങ്ങൾ പുറത്തു വന്നത്. അതോടൊപ്പം തന്നെ വിലയിരുത്തേണ്ടതാണ്, ഈ അപകടം നടന്നതിന് ശേഷമാണ് കൊച്ചി കോർപ്പറേഷൻ പോലും ഇതിന്റെ ഫയലുകൾ പരിശോധിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. എന്തായാലും പൊതുമരാമത്ത് വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും, അതോടൊപ്പം തന്നെ GCD ആണ് ഈ സ്റ്റേഡിയം കൊടുത്തിട്ടുള്ളത്. പക്ഷേ GCDയ്ക്കും ഇത് ഏത് വിധത്തിലാണ് ഈ സ്റ്റേഡിയം ക്രമീകരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വേണമായിരുന്നു. അവിടെയും GCDയുടെ ഭാഗത്തു നിന്നും ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട്. എന്തായാലും പൊതുമരാമത്ത് വിഭാഗവും ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗം, അതോടൊപ്പം തന്നെ തദ്ദേശ സ്ഥാപനം എന്നുള്ള രീതിയിൽ കൊച്ചി കോർപ്പറേഷൻ, ഇവരുടെയൊക്കെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച തന്നെയാണ് ഈ ഒരു അപകടത്തിന് കാരണം. എന്തായാലും കോടിക്കണക്കിന് രൂപ പിരിവെടുത്ത് നടത്തിയ പരിപാടി, അതിൽ മന്ത്രി ഉൾപ്പെടെ ഉള്ളവർ പങ്കെടുത്തു. GCDയുടെ ചെയർമാൻ അടക്കം ആ സ്റ്റേജിൽ ഉണ്ടായിരുന്നു, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. എന്നിട്ട് കൂടി ഈ ഒരു സ്റ്റേജിന്റെ ക്രമീകരണത്തിൽ എന്തുകൊണ്ടാണ് ഒരു ചോദ്യം ഉന്നയിക്കാൻ സാധിക്കാതിരുന്നത്? അതുമാത്രമല്ല, ഈ അപകടം സംഭവിച്ചതിന് ശേഷവും ആ പരിപാടി നടന്നു. ആ നടന്ന പരിപാടിയിൽ കൂടി ഈ ഉന്നത ഉദ്യോഗസ്ഥരും മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളും ഉണ്ടായിരുന്നു. എന്തായാലും വൻ വീഴ്ചയാണ് ഈ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. കുസാറ്റിലെ അപകടത്തിന് ശേഷം മാർഗനിർദ്ദേശങ്ങളൊക്കെ തന്നെ കർശനമായിട്ട് നടപ്പിലാക്കണമെന്ന് ഹൈക്കോടതി അടക്കം പറഞ്ഞതാണ്. പക്ഷെ അതൊക്കെ തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ പറയുന്ന അധികൃതരുടെ സമീപനം. ശരി രേഷ്മ, കലൂർ സ്റ്റേഡിയത്തിലെ അപകടവുമായി ബന്ധപ്പെട്ട് കൊച്ചി കോർപ്പറേഷന്റെ വീഴ്ചയ്ക്ക് കൂടുതൽ തെളിവുകൾ, സാംസ്കാരിക പരിപാടി ആയതിനാൽ PPR ലൈസൻസ് ആവശ്യമില്ലെന്ന് കോർപ്പറേഷൻ തീരുമാനിച്ചത് അപകടത്തിന് ശേഷമാണ്. രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.